ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതാംശ്ച വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിः പരിവൃതം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യം. ഇന്ന് വിശേഷപ്പെട്ട ശ്രീരാമ നവമിയാണ്. രാമചന്ദ്രസ്വാമിയായിട്ട് അവതരിച്ച് അവിടുന്ന് ലോകത്തിനോട് ഉത്ബോധിപ്പിച്ചു. ഈശ്വരൻ്റെ കരുണയ്ക്ക് പാത്രമായി തീരാനായിട്ട് പ്രത്യേകിച്ച് ജാതി മത ലിംഗ വർണ്ണ ഭേദങ്ങളില്ല എന്നുള്ളത് അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. സുരോ വാപ്യഥ വാനരോ നര സർവാത്മനായ സുഹൃതജ്ഞമുത്തമം ഭജേതരാമം മനുജാകൃതിം ഹരിം യൗത്തരാനനയൽ കോസലാൻ ദിവമിതി. അവിടത്തേക്ക് ദേവൻ എന്നോ അസുരൻ എന്നോ ഉള്ള ഭേദഭാവനയില്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടുന്ന് അസുരന്മാരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ തയ്യാറാവില്ല. പിന്നെ ദേവൻ നരൻ എന്നോ വാനരൻ എന്നോ വ്യത്യാസമില്ല അവിടത്തേക്ക്. അങ്ങനെ വാനരൻ എന്നൊരു ഭേദഭാവന ഉണ്ടെങ്കിൽ അവിടുന്ന് വാനരന്മാരെ ശ്രീരാമചന്ദ്രസ്വാമി കൂട്ടുപിടിക്കില്ല രാവണവധത്തിനായിട്ട്. പിന്നെ നാഗരികൻ എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ആദിവാസി എന്നുള്ളത് ഭേദഭാവനയില്ല. ഗുഹൻ ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്തായി മാറി എന്നാണ്. അതേപോലെ വാനരന്മാർ ആഞ്ജനേയ സ്വാമികളെ പോലെയുള്ള അവരൊക്കെ ഭഗവാന്റെ സുഹൃത്തുക്കളായിട്ട് മാറി. വിദ്യാഭ്യാസമുള്ളവരെ ഇല്ലാത്തവരെ എന്നുള്ള ഭേദഭാവനയില്ല അവിടത്തേക്ക്. ശബരിയുടെ ആ പൂജ അതോ രുചിച്ചു നോക്കിയിട്ടുള്ള പഴങ്ങൾ ഭഗവാൻ സ്വീകരിച്ചു, അനുഗ്രഹിച്ചു. അപ്പോൾ അവിടത്തേക്ക് പിന്നെ ഭഗവാൻ അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ അവതാരങ്ങളിലൊന്നും ആരാണോ ഭഗവാന്റെ കൂടെ പോവാൻ താല്പര്യപ്പെട്ടത് അവരെ കൊണ്ടുപോവുക കൂടെ എന്നുള്ളത് ഉപസംഹരിക്കുന്ന സമയത്ത് ഉണ്ടായില്ല. എന്നാൽ അവിടുന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരത്തിൻ്റെ ഉപസംഹാരത്തിൻ്റെ ആ സമയത്ത് ഒരു അയോധ്യയിലെ പുൽക്കൊടിയെ പോലും അവിടുന്ന് കൊണ്ടുപോയി എന്നാണ്. രാമചന്ദ്രസ്വാമിയുടെ കരുണയെക്കുറിച്ചിട്ട് മഹാത്മാക്കൾ ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമി തിരിച്ച് പോവാനായിട്ട് സരയൂ നദിയിൽ സ്നാനം ചെയ്ത് ജലസമാധി ചെയ്ത് എല്ലാവർക്കും വിമാനങ്ങൾ വന്നു എന്നാണ്. അങ്ങനെ ആ വിമാനങ്ങൾ വന്ന സമയത്ത് ഹനുമാനോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, പോവാനുള്ള വിമാനങ്ങൾ വന്നില്ലേ എല്ലാവർക്കും എന്നുള്ളത്. എല്ലാവർക്കും വിമാനങ്ങൾ വന്നു. പക്ഷേ സീതാദേവിയെ അപവാദം പറഞ്ഞിട്ടുള്ള ആ ഒരു വെളുത്തേടൻ്റെ രചകൻ അവർക്ക് മാത്രം വിമാനം വന്നിട്ടില്ല എന്നാണ്. ശ്രീരാമൻ പറഞ്ഞു, അവരെയും കൂടി കൊണ്ടുപോവാതെ ഞാൻ പോവില്ല എന്ന് ശ്രീരാമൻ പറയാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആ വിമാനത്തിൽ അത്ര കരുണയാണ് ഇവിടത്തേക്ക് എന്നാണ്. എൻ്റെ വിമാനത്തിൽ ഇയാളും കൂടി കയറട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആ വിമാനം നേരെ സ്വർഗലോകത്തിലെത്തി. സ്വർഗലോകം വഴിക്കാണ് പോണത്, സ്പിരിച്വൽ വേൾഡിലേക്ക് പോണത്, വൈകുണ്ഠത്തിലേക്ക് പോണത്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ദേവേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അദ്ദേഹത്തിനെ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന്.
അപ്പോൾ പറഞ്ഞു ദേവേന്ദ്രൻ പറയാണ് സാധിക്കില്ല, കാരണം ആചാര്യയാണ് സീതാദേവി, എല്ലാവരുടെയും ഗുരുനാഥയാണ്, പതിവ്രതയാണ്. പതിവ്രതാരത്നമായ സീതാദേവിയെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുള്ള ആൾ അവിടുന്ന് എന്നെ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടാലും ശരി എനിക്കിവിടെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. പിന്നീട് മഹാദേവൻ്റെ ലോകത്തിൽ പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇതാ ഇദ്ദേഹത്തിനെ ഒന്ന് സ്വീകരിക്കുവിടെ. മഹാദേവൻ പറഞ്ഞു, അവിടുന്ന് എൻ്റെ ഈശ്വരനാണ്, എല്ലാം ഞാൻ ഈ സ്ഥാനം വേണമെങ്കിൽ ഒഴിയാൻ തയ്യാറാണ്, പക്ഷേ ഇവിടെ ഈ മഹാഭാവിയെ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയാണ്. ബ്രഹ്മാവൻ്റെ ലോകത്തിലും സ്വീകരിക്കാൻ തയ്യാറായില്ല, ഒരു യമധർമ്മരാജാവിൻ്റെ ലോകത്തിൽ പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം എന്താ? ഈശ്വരനിന്ദ, ആചാര്യനിന്ദ, ഗുരുനിന്ദ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയെ ലോകത്ത് ആരും സ്വീകരിക്കില്ല എന്നാണ്. അവസാനം സീതാദേവിയുടെ പാദത്തിൽ പോയി നമസ്കരിച്ച് അങ്ങനെ സീതാദേവി ക്ഷമിച്ചു. സീതാദേവി ക്ഷമിച്ചപ്പോൾ ശ്രീരാമൻ ക്ഷമിച്ച് അദ്ദേഹത്തിനെ ഭഗവത് ലോകത്തിൽ കൊണ്ടുപോയി എന്നാണ്. ഇത്രയൊരു കരുണ ശ്രീരാമചന്ദ്രസ്വാമിയെ പോലെ ലോകത്തിൽ ഒരു ഈശ്വരനും ചെയ്തിട്ടില്ല എന്നതാണ് വളരെ പ്രത്യേകമാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദിവ്യമായിട്ടുള്ള കരുണ എന്നത്. ഇപ്പം രാ എന്നുള്ള അക്ഷരം നമ്മൾ ജപിക്കുന്ന സമയത്ത് അത് അഗ്നിയുടെ തത്വത്തിനെ ഉൾക്കൊള്ളുന്നു. ആ അഗ്നിയുടെ മുമ്പിൽ വന്നിട്ടുള്ളതെല്ലാം ഭസ്മമായി മാറുന്നത് പോലെ നമ്മൾ ചെയ്തിട്ടുള്ള അനേക ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ഭസ്മമായി മാറുന്നു, വിഭൂതിയായിട്ട് മാറുന്നു എന്നാണ്. മ എന്നുള്ള ശബ്ദം നമ്മൾ ഉച്ചരിക്കുന്നതോട് കൂടിയിട്ട് നമ്മളുടെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ള ആ പാപങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരാതെ ഒരു പ്രതിരോധമായിട്ട് അമ്മ എന്നുള്ള ശബ്ദം നിൽക്കുന്നു. അപ്പോൾ രാമ എന്നുള്ള ശബ്ദത്തിന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ എല്ലാ വൈഭവങ്ങളും എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എന്നാണ്. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഈ തിരുനാമങ്ങളും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ ലീലകളും നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ രാമ എന്നുള്ള 3 രാമനാമം ജപിക്കുന്നതിന് തുല്യമാണ് ഒരു കൃഷ്ണനാമം ജപിക്കുന്നത് എന്നാണ്. സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അപ്പോൾ അത് ദേവി, അതായത് പാർവതി ദേവിയോട് മഹാദേവൻ പറയുന്ന വാക്കുകളാണ്. ഒരു സഹസ്രനാമത്തിൻ്റെ ഫലമാണ് ഒരു രാമനാമത്തിന്. 3 രാമനാമത്തിൻ്റെ ഫലമാണ് ഒരു കൃഷ്ണനാമത്തിന് എന്ന് വരുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ തിരുനാമങ്ങൾ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് രക്ഷ തരും. അത് വിശ്വാസത്തോടു കൂടി ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രാമനവമി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഹരേ കൃഷ്ണ.